ഒറ്റക്കെട്ടായി രാജ്യം. പുൽവാമ ഭീകരാക്രമണത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിച്ച് ഇന്ത്യ. വിഘടനവാദി നേതാക്കൾക്ക് ഏർപ്പെടുത്തിയിരുന്ന സുരക്ഷ പൂർണ്ണമായും പിൻവലിച്ചു. ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ എന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് സുഷമ സ്വരാജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 5 വിഘടനവാദി നേതാക്കളുടെ സുരക്ഷയാണ് പിൻവലിച്ചത്. വിഘടനവാദികൾക്ക് നൽകിയിരുന്ന സുരക്ഷയും വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും പിൻവലിക്കും. ആക്രമണത്തിന് 8 ദിവസം മുമ്പ് ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങൾക്ക് മസൂദ് അസർ ശബ്ദ സന്ദേശം അയച്ചതിന് തെളിവ് ലഭിച്ചു. അസറിന്റെ അനന്തരവൻ ഉസ്മാനെ കഴിഞ്ഞ ഒക്ടോബറിൽ ത്രാലിൽ വെച്ച് സുരക്ഷാസേന വധിച്ചിരുന്നു. ഉസ്മാന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നാണ് സന്ദേശത്തിൽ അസർ ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ നിന്നാണ് അനുയായികൾക്ക് നിർദ്ദേശം നൽകിയത്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ജിഹാദി കൗൺസിലിന്റെ യോഗങ്ങളിൽ ഗുരുതര രോഗത്തെ തുടർന്ന് അസർ പങ്കെടുത്തിരുന്നില്ല. പുൽവാമയിലെ ആക്രമണ പദ്ധതി മറ്റ് സംഘടനകളുമായി അസർ പങ്കുവച്ചില്ലെന്നാണ് സൂചന. അനന്തരവനായ മുഹമ്മദ് ഉമേറിനെയും അബ്ദുൾ റാഷിദ് ഖാസിയെയും സന്ദേശമടങ്ങിയ ടേപ്പുകൾ ഏൽപ്പിക്കുകയും കശ്മീർ താഴ്വരയിലെ യുവാക്കളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു. ഈ തെളിവുകൾ ഇന്ത്യ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് നൽകും. അതിനിടെ ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. ടെഹ്റാനിലുള്ള വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി ഇറാൻ വിദേശകാര്യ സഹമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇറാൻ നിലപാട് കർക്കശമാക്കിയത്. പുൽവാമ ആക്രമണത്തിന് ശേഷം കശ്മീരിൽ പ്രഖ്യാപിച്ച കർഫ്യൂ തുടരുകയാണ്. അക്രമി എത്തിയത് ചുവന്ന മാരുതി ഇക്കോ കാറിലാണ് എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ തിരിച്ചടി മുന്നിൽ കണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ ഭീകര ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് കശ്മീരികൾക്ക് നേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമം. കശ്മീരി വിദ്യാർത്ഥികളുടെയും തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. പുൽവാമ ആക്രമണത്തിന്റേതെന്ന പേരിൽ വ്യാജ ചിത്രങ്ങളും വാർത്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സിആർപിഎഫ് മുന്നറിയിപ്പ് നൽകി. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ 12 കശ്മീരി വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണമുണ്ടായി. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഉത്തരാഖണ്ഡിൽ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ കശ്മീർ അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്ന വ്യാജവാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് ജനക്കൂട്ടം ഹോസ്റ്റൽ വളഞ്ഞു. പോലീസ് എത്തി സ്ഥിതി ശാന്തമാക്കി. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുള്ള ബാബ ഫരീദുദ്ദീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണമുണ്ടായി. ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ കശ്മീരി വ്യാപാരികൾക്ക് നേരെ ആക്രമണങ്ങൾ നടന്നു. ഹരിയാനയിലെ അംബാലയിൽ കശ്മീരി വിദ്യാർത്ഥിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു. കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ കടകളും വാഹനങ്ങളും ആക്രമിക്കപ്പെട്ടു. പലയിടത്തും വ്യാജ സോഷ്യൽ മീഡിയ സന്ദേശങ്ങളാണ് പ്രകോപനമുണ്ടാക്കിയത്. സിആർപിഎഫ് ഭടന്മാരുടെന്ന പേരിൽ ചില ഛിദ്രശക്തികൾ വ്യാജചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതായും ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തതെന്നും സിആർപിഎഫ് മുന്നറിയിപ്പ് നൽകി. കശ്മീരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി വിളിച്ചോതി ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമാഭ്യാസം. ഏത് അടിയന്തര സാഹചര്യത്തിലും നേരിടാൻ ഇന്ത്യൻ സേന സജ്ജമാണെന്ന് സന്ദേശം നൽകുന്നതായിരുന്നു വ്യോമശക്തി എന്ന് പേരിട്ട വ്യോമാഭ്യാസം. Watch how the bombs glide towards the target. പൊക്രാനിലെ പാക് അതിർത്തിക്കടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു വ്യോമശക്തി സംഘടിപ്പിച്ചത്. 140ഓളം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് പ്രദർശനത്തിൽ പങ്കെടുത്തത്. Ladies and gentlemen, to slither down from the helicopter, we must bring out the fact that discharging a quarter exactly over fire requires very precise piloting skills. കരയിലും ആകാശത്തും ഒരുപോലെ പ്രതിരോധിക്കാവുന്ന ആകാശ് അസ്ത്ര മിസൈലുകൾ ഇന്ത്യൻ സേനയുടെ പ്രതിരോധ ശക്തി വിളിച്ചറിയിച്ചു. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സജ്ജമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു വ്യോമസേനയുടെ ശക്തി പ്രകടനം. രാജ്യം നേരിടുന്ന ഏത് ഭീഷണിയെയും നേരിടാനും രാജ്യത്തിന്റെ പരമാധികാരം നിലനിർത്താനും വ്യോമസേന പ്രതിജ്ഞാബദ്ധമാണെന്ന് എയർ ചീഫ് മാർഷൽ BS ധനൌ പറഞ്ഞു. It shows our capability to hit during day, during night, and under any weather conditions. Also, we displayed our air defense capability. യുദ്ധവിമാനങ്ങളുടെ പ്രകടനം കാണാൻ കരസേനാ മേധാവി ബിപിൻ റാവത്ത്, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങിയ പ്രമുഖർ എത്തിയിരുന്നു.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി ജവാൻ വി വസന്ത്കുമാറിന്റെ വയനാട് തൃക്കൈപ്പറ്റയിലുള്ള കുടുംബ വീട് മന്ത്രി എ.കെ. ബാലൻ സന്ദർശിച്ചു. വസന്ത്കുമാറിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും സർക്കാർ നൽകുമെന്നും 19-ന് ചേരുന്ന മന്ത്രിസഭാ യോഗം അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. വി വസന്തകുമാറിന്റെ തൃക്കൈപ്പറ്റയിലുള്ള കുടുംബ വീട്ടിലായിരുന്നു മന്ത്രി എ.കെ. ബാലന്റെ സന്ദർശനം. കരഞ്ഞു തളർന്ന അമ്മയെയും ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കേട്ടു. എല്ലാം പരിഹരിക്കുമെന്നും സർക്കാർ ഒപ്പമുണ്ടാവുമെന്നും അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അനുശോചനവും എ.കെ. ബാലൻ കുടുംബത്തെ അറിയിച്ചു. വസന്തകുമാറിന്റെ കുടുംബത്തിന് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് എ.കെ. ബാലൻ വ്യക്തമാക്കി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ താൽക്കാലിക ജീവനക്കാരിയായ ഭാര്യ ഷീനയെ ജോലിയിൽ സ്ഥിരപ്പെടുത്തും. കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി വീണ്ടും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി അടുത്ത് ചേരുന്ന ക്യാബിനറ്റ് 19-ാം തീയതി ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റ് ഉചിതമായ തീരുമാനം എടുക്കുന്നതായിരിക്കും. ഈ മാസം 20-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വസന്തകുമാറിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. ന്യൂസ് 18 വയനാട്. പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച മലയാളി സൈനികൻ വി വസന്ത്കുമാറിന്റെ മൃതദേഹത്തിനരികെ നിന്ന് ഫോട്ടോയെടുത്ത വിവാദത്തിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. ചിത്രം താനെടുത്ത സെൽഫിയല്ലെന്നും ചടങ്ങിനെത്തിയവരിൽ ആരോ എടുത്ത ഫോട്ടോ തന്റെ ഓഫീസ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നുമാണ് കണ്ണന്താനം വ്യക്തമാക്കിയത്. കണ്ണന്താനത്തിന്റെ നടപടി ഔചിത്യമില്ലാത്തതാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു. താൻ സെൽഫി എടുക്കാറില്ലെന്നും ചടങ്ങിനെത്തിയ ആരോ എടുത്ത ഫോട്ടോ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന തന്റെ ഓഫീസിലേക്ക് അയച്ചുകൊടുത്തതാണെന്നാണ് കണ്ണന്താനത്തിന്റെ വിശദീകരണം. ജവാന്റെ വസതിയിൽ നടന്ന അന്ത്യകർമ്മങ്ങളുടെ ലൈവ് സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചു. അതേസമയം കണ്ണന്താനത്തിന്റെ നടപടി ഔചിത്യമില്ലായ്മയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കണ്ണന്താനമല്ലേ, അദ്ദേഹം ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകത കാണിച്ചാലല്ലേ അദ്ദേഹം കണ്ണന്താനമാവുള്ളൂ. അതിൽ കൂടുതൽ എന്ത് പറയാനാണ് ഇത് സംബന്ധിച്ച്? ഔചിത്യബോധം ഇത്തരം സന്ദർഭങ്ങളിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രകടിപ്പിക്കണം. കണ്ണന്താനത്തിന്റെ നടപടിയെ ബി.ജെ.പി. നേതാവ് എം.ടി. രമേശ് ന്യായീകരിച്ചു. ജവാന്റെ മൃതദേഹത്തിന്റെ അടുത്ത് നിന്ന് പലരും പടമെടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തത് സെൽഫിയല്ലെന്നും എം.ടി. രമേശ് വ്യക്തമാക്കി. ഔചിത്യം കാണിക്കേണ്ടത് ഈ പ്രസ്താവന ഇറക്കുന്നവരാണ്. ഒന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സെൽഫിയല്ല, അതൊരു ഫോട്ടോ ആണ്, ഒരാളെടുത്ത ഫോട്ടോ ആണ്. അദ്ദേഹത്തിന്റെ സൈനികന്റെ മൃതദേഹത്തിൽ ആദരാഞ്ജലിയർപ്പിക്കുന്ന എല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ളൊരു ഫോട്ടോ ആണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം റീത്ത് വെക്കുന്ന ഫോട്ടോ ആയിരുന്നു ഫേസ്ബുക്കിൽ വരേണ്ടത്. അതിനു പകരം ഈ ഫോട്ടോ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ജമ്മുവിലെ PDPയുടെ ഓഫീസ് പോലീസ് സീൽ ചെയ്തു. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മുൻ കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഓഫീസ് സന്ദർശിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഓഫീസ് സീൽ ചെയ്തത്. NSSുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന കോടിയേരിയുടെ നിലപാട് തള്ളി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. സമയം നോക്കി പറ്റിക്കൂടി നിന്ന് എന്തെങ്കിലും നേടുന്ന സംസ്കാരം NSSന് ഇല്ലെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. സുകുമാരൻ നായർക്ക് പിന്തുണയുമായി കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്തെത്തി. NSSുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനം തയ്യാറാണ്. അതുകൊണ്ട് സാമുദായിക സംഘടനകളെല്ലാം ശത്രുക്കളായിട്ടല്ല ഇടതുപക്ഷ പ്രസ്ഥാനം സമീപിക്കുന്നത്. അവരും ഞങ്ങളെ ഇപ്പോൾ ശത്രുക്കളായിട്ട് പല സംഘടനകളും കാണുന്നില്ല. ഇത് ഇലക്ഷനിൽ തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് വസ്തുതയാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഈ സഹകരണ സന്നദ്ധത NSS കയ്യോടെ തള്ളുകയാണ്. സമയം പോലെ പറ്റിക്കൂടി നിന്ന് നേട്ടമുണ്ടാക്കുന്നവരല്ല NSS എന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. NSSലെ ഭൂരിപക്ഷം അംഗങ്ങളും CPMനൊപ്പമാണെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെയും സുകുമാരൻ നായർ പരിഹസിച്ചു. NSSൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്. കോടിയേരിയുടെ പ്രസ്താവന യുക്തിഭദ്രമല്ല. വിശ്വാസപരമായ വിഷയത്തിൽ സർക്കാരുമായി അഭിപ്രായ ഭിന്നതയുണ്ട്. ഇക്കാര്യത്തിൽ NSSനെ ശത്രുപക്ഷത്താണ് നിർത്തുന്നതെങ്കിൽ സമാധാനപരമായി നേരിടും. NSSനെ ചെറുതാക്കി കാണിക്കാൻ കോടിയേരി ശ്രമിക്കേണ്ടെന്നും സുകുമാരൻ നായർ ഓർമ്മപ്പെടുത്തി. NSS പറഞ്ഞാൽ അണികൾ കേൾക്കില്ലെന്ന് പറഞ്ഞവരുടെ അവസ്ഥ ഓർക്കുന്നത് നല്ലതാണ്. മതേതര ജനാധിപത്യ വളർച്ചയ്ക്ക് സഹായിച്ച സംഘടനയാണ് NSS എന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. NSSൽ വിഭാഗീയതയുണ്ടാക്കാൻ കോടിയേരി ശ്രമിക്കേണ്ട. പക്ഷേ NSS ഈ രാജ്യത്ത് മതേതര ശക്തികളോടൊപ്പം ഉറച്ചു നിന്ന ഒരു സംഘടനയാണ്. NSSനെ ആര് വിഭാഗീയമാക്കാൻ നോക്കിയാലും അത് ശരിയല്ല. വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തപ്പോഴാണ് NSS സർക്കാരിനെതിരെ രംഗത്തെത്തിയതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി. വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടെടുത്തപ്പോഴാണ് NSS അവരുടെ അഭിപ്രായം പറഞ്ഞത്. ന്യൂസ് 18 കോട്ടയം തൃശൂർ.
തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് തമിഴ് സൂപ്പർ താരം രജനീകാന്ത്. പാർട്ടി പ്രഖ്യാപിച്ച് മത്സരരംഗത്തുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നിലപാട് വ്യക്തമാക്കി താരം രംഗത്തെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പ്രഖ്യാപിച്ച് രജനി മത്സരരംഗത്തുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ വിരാമമായത്. ഈ തവണ താൻ മത്സരിക്കില്ലെന്നും രാഷ്ട്രീയ പ്രചരണത്തിനായി തന്റെ ചിത്രമോ സംഘടനയുടെ ലോഗോയോ ഉപയോഗിക്കാൻ പാടില്ലെന്നും രജനീകാന്ത് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഒരു പാർട്ടിയും പിന്തുണയ്ക്കാനില്ലെന്ന് പറഞ്ഞ രജനി സംസ്ഥാനത്തെ ജനകീയ വിഷയങ്ങളാണ് താനിപ്പോൾ ശ്രദ്ധയൂന്നെന്നും വ്യക്തമാക്കി. ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളെയും മത്സരിക്കുമെന്ന് കമലഹാസൻ വ്യക്തമാക്കുമ്പോഴാണ് രജനീകാന്ത് മത്സരരംഗത്തിൽ നിന്ന് നിലപാടെടുത്തത്. 2017 ഡിസംബറിലാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുമെന്ന് രജനീകാന്ത് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോട്ടയം സീറ്റ് വിട്ടു നൽകാൻ ജനതാദൾ സമ്മതിച്ചതായി സിപിഎം. ജനതാദളുമായി സിപിഎം ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. കോട്ടയം സീറ്റിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്ന നിലപാടിലാണ് സിപിഎം ജില്ലാ നേതൃത്വം. കോട്ടയം സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിൽ ജനതാദൾ സമ്മതം നൽകി. കോട്ടയത്തെ സംഘടനാ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് ജനതാദളിന്റെ പിന്മാറ്റത്തിന് കാരണം. കഴിഞ്ഞ തവണ മാത്യു ടി തോമസ് മത്സരിച്ച സീറ്റ് തിരികെ വേണമെന്ന സിപിഐഎം ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം ജനതാദൾ അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യതയുള്ള മണ്ഡലമാണ്, അത് നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ സാധ്യത വെച്ച് നോക്കുമ്പോൾ ജനതാദളിൽ നിന്ന് സംഘടനാപരമായി അവർ തന്നെ സൂചിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷിച്ചിട്ട് അവർക്ക് നിർത്താൻ കഴിഞ്ഞില്ല. സംഘടന ദുർബലമായതുകൊണ്ട് അവർക്ക് മറ്റൊരു സീറ്റ് കൊടുത്ത് ഇത് തിരിച്ചു വിട്ടു തരും എന്ന രൂപത്തിലാണ് ഓരോ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അത് നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും. മണ്ഡലത്തിൽ നിന്നും സിപിഐഎം തന്നെ വീണ്ടും മത്സരിക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം. ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ ഇറക്കാനുള്ള നീക്കങ്ങൾ ഇടയ്ക്ക് സജീവ ചർച്ചയായിരുന്നു. ഇതിനിടെയാണ് മണ്ഡലം സിപിഎമ്മിന് തന്നെ വേണമെന്ന അഭിപ്രായവുമായി ജില്ലാ സെക്രട്ടറി രംഗത്ത് വരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് സിപിഐയുടെ സ്ഥാനാർത്ഥി ഇവിടെ വന്നാൽ വലിയ രൂപത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. ന്യൂനപക്ഷ പരിഗണന മുന്നിൽ കണ്ടാണ് ഫ്രാൻസിസ് ജോർജിനെ രംഗത്തിറക്കാനുള്ള നീക്കം സംസ്ഥാന തലത്തിൽ നടന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നതനുസരിച്ചാകും കോട്ടയത്തെ സീറ്റ് ആർക്കെന്ന കാര്യത്തിൽ വ്യക്തത വരിക. ന്യൂസ് 18 കോട്ടയം. ആരോഗ്യരംഗത്തെ സർക്കാരിന്റെ മികവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ആരോഗ്യരംഗം മികവുറ്റതാക്കുകയാണ് സർക്കാർ കടമയെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കേരളം സംഘടിപ്പിച്ച അത് വോട്ടാകുമോ എന്ന ഇലക്ഷൻ മെഗാ ഷോയിലായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് കഴിഞ്ഞ 3 വർഷക്കാലം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അത്ര വലുതാണ്. ഞങ്ങൾ ചെയ്യുമ്പോൾ ഇത് നാളെ വോട്ടായിട്ട് മാറുമെന്ന് കരുതിയിട്ടൊന്നല്ല, ഇതൊരു ആവശ്യകതയാണ്, ഇതൊരു കടമയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളതിൽ എൻ്റെ കടമയാണ് ഇവിടെ ഈ വെല്ലുവിളികളെ നേരിടുക എന്നുള്ളത്. അത് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഓരോ വകുപ്പ് മന്ത്രിമാരും അവരവരുടെ വകുപ്പിൽ ചെയ്യുന്നു. അപ്പോൾ അത് ജനങ്ങൾ വിലയിരുത്തും എന്നുള്ള നല്ല പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. UDF ഉഭയകക്ഷി ചർച്ച നാളെ നടക്കും. യോഗത്തിൽ സീറ്റ് വിഭജനത്തിൽ തീർപ്പുണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. ലീഗിന് 3ാം സീറ്റ് നൽകാതെ ദേശീയതലത്തിൽ കൂടുതൽ സീറ്റുകൾ നൽകാൻ ധാരണയായതോടെ കേരള കോൺഗ്രസിന്റെ അധിക സീറ്റ് ആവശ്യത്തിൽ മാത്രമാകും പ്രധാനമായും ചർച്ച നടക്കുക. അധിക സീറ്റ് ആവശ്യം അംഗീകരിക്കാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ഒപ്പം കേരള കോൺഗ്രസിലെ ജോസഫ് പക്ഷത്തിനെ ഒപ്പം നിർത്താനും ശ്രമമുണ്ടാകും. പൊന്നാനിയിൽ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കേണ്ടെന്ന് പ്രമേയം പാസാക്കിയ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയോട് വിശദീകരണം തേടിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ തെറ്റാണെന്നും ഘടകകക്ഷികളുടെ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് പറയാൻ യൂത്ത് കോൺഗ്രസിന് അവകാശമില്ലെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇമാം ഷഫീഖ് അൽ ഖാസിമിയെ തേടി പോലീസ് ബംഗളൂരുവിലെത്തി. നെടുമങ്ങാട് ഷാഡോ പോലീസിലെ 5-അംഗ സംഘം ഖാസിമിന്റെ സഹോദരൻ അൽ അമീനുമൊത്താണ് ബംഗളൂരുവിലേക്ക് പോയത്. ഖാസിമിന്റെ മറ്റൊരു സഹോദരൻ നൌഷാദിന്റെ സഹായത്തോടെയാണ് ഇമാം ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്നതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 4 ടീമായി തിരിഞ്ഞാണ് പ്രതി ഷഫീഖ് അൽ ഖാസിമിയെ പിടികൂടാനുള്ള തിരച്ചിൽ നടക്കുന്നത്. പ്രതിയുടെ സഹോദരൻ അല്ലമീന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് നിന്നുള്ള പോലീസ് സംഘം ബാംഗ്ലൂരിലേക്ക് പോയത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശനിയാഴ്ച തന്നെ ട്രെയിൻ മാർഗം ഷഫീഖ് അൽ ഖാസിമി ബാംഗ്ലൂരിലേക്ക് കടന്നുവെന്നാണ് മൊഴി. പ്രതിയുടെ മറ്റൊരു സഹോദരൻ നൌഷാദ് ഒളിവിലാണ്. ഇയാളുടെ സഹായത്തോടെയാണ് പ്രതി ബാംഗ്ലൂരിൽ കഴിയുന്നതെന്നാണ് പോലീസ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകിയ
അല്ലമീനെയും പോലീസ് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു സംഘം കൊച്ചിയിലും അന്വേഷണം നടത്തുന്നുണ്ട്. ഷഫീഖ് അൽ ഖാസ്മി പീഡിപ്പിച്ചെന്ന മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും ആവർത്തിച്ചതോടെയാണ് പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ മെട്രോ പോലീസ് സ്റ്റേഷനായ കൊച്ചി മെട്രോ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. നീതി നിർവ്വഹണത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് സർക്കാർ നയമെന്നും ഇക്കാര്യത്തിൽ പോലീസിന് വലിയ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചിലരിൽ നിന്ന് വിമർശനം കേൾക്കേണ്ടി വന്നെങ്കിലും ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷയൊരുക്കാൻ പോലീസിനായി എന്നത് അഭിനന്ദാർഹമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം നൽകുക അത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ വലിയ പഴി ചിലരിൽ നിന്ന് കേൾക്കേണ്ടി വന്നെങ്കിലും ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷയൊരുക്കുന്നതിൽ നല്ല മികവുറ്റ പങ്കാണ് പോലീസ് വഹിച്ചത് എന്ന് നാട് പൊതുവെ അംഗീകരിക്കുന്നുണ്ട്. ദേശീയ പണിമുടക്ക് ദിവസം തലസ്ഥാനത്തെ ബാങ്ക് അടിച്ചു തകർത്ത കേസിലെ പ്രതി വീണ്ടും NGO യൂണിയൻ തലപ്പത്ത്. കേസിലെ 6ാം പ്രതി ബിജുരാജിനെ തിരുവനന്തപുരം നോർത്ത് കമ്മിറ്റി പ്രസിഡന്റായി വർക്കലയിൽ നടന്ന സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. CPM നേതൃത്വം തന്നെ ബാങ്ക് ആക്രമണത്തെ തള്ളിപ്പറഞ്ഞിട്ടും കേസിലെ പ്രതിയെ വീണ്ടും തെരഞ്ഞെടുത്തതിൽ NGO യൂണിയനുള്ളിൽ തന്നെ എതിരഭിപ്രായങ്ങളുണ്ട്. ദേശീയ പണിമുടക്ക് ദിവസം ബാങ്ക് അടച്ചിടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സ്റ്റാച്യുവിലെ SBI ശാഖയിൽ NGO യൂണിയൻ നേതാക്കൾ അതിക്രമം കാട്ടിയത്. കേസിലെ 6ാം പ്രതിയായ ബിജുരാജിനെ തുടർന്ന് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പണിമുടക്കാനുകൂല സമരം നടത്തിയവർക്കെല്ലാം നാണക്കേടായ കേസിലെ പ്രതിയാണ് വീണ്ടും ഇടത് യൂണിയന്റെ തലപ്പത്തെത്തുന്നത്. വർക്കലയിൽ നടന്ന സമ്മേളനമാണ് തിരുവനന്തപുരം നോർത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ബിജുരാജിനെ വീണ്ടും തെരഞ്ഞെടുത്തത്. CPM നേതൃത്വം ബാങ്ക് ആക്രമണത്തെ അപലപിച്ചതും ബിജുരാജിനെതിരെയുള്ള കേസുകളും ഇയാൾ യൂണിയന്റെ തലപ്പത്തെത്തുന്നതിന് തടസ്സമായില്ല. ബിജുരാജിനെ വീണ്ടും തെരഞ്ഞെടുത്തതിനെതിരെ NGO യൂണിയനുള്ളിൽ തന്നെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ബിജുരാജിന്റെ നടപടി സംബന്ധിച്ച് സംഘടനാതല അന്വേഷണം നടക്കുന്നതേയുള്ളൂവെന്നാണ് ഇത് സംബന്ധിച്ച് NGO യൂണിയന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. പെരുമ്പാവൂർ ബഥേൽ സുലോക്കോ പള്ളിയിൽ വീണ്ടും ഓർത്തഡോക്സ് യാക്കോബായ തർക്കം. രാവിലെ കുർബാനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വിഭാഗക്കാരെ യാക്കോബായ വിശ്വാസികൾ തടഞ്ഞു. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പള്ളിയിൽ കയറാനാകാതെ വന്നതോടെ ഓർത്തഡോക്സ് വിഭാഗക്കാർ പള്ളി ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടി പ്രതിഷേധിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിയോടെ ഓർത്തഡോക്സ് വിഭാഗക്കാർ കുർബാനയ്ക്കായി പള്ളിയിലെത്തിയപ്പോഴാണ് യാക്കോബായ വിശ്വാസികൾ പള്ളി ഗേറ്റ് അടച്ചിട്ട് പ്രതിഷേധിച്ചത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പള്ളിക്കുള്ളിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നതോടെ ഓർത്തഡോക്സ് വിഭാഗം പള്ളി ഗേറ്റ് പൂട്ടി പന്തൽ കെട്ടി പ്രതിഷേധം ആരംഭിച്ചു. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പ്രതിഷേധത്തിന് പിന്തുണയുമായി തോമസ് പോൾ റമ്പാൻ അടക്കമുള്ളവർ എത്തി. പെരുമ്പാവൂർ കോടതി ഉത്തരവനുസരിച്ച് പള്ളിയുടെ ഉടമസ്ഥാവകാശം വിട്ടുകിട്ടും വരെ പ്രതിഷേധം തുടരുമെന്ന് ഓർത്തഡോക്സ് വിഭാഗം വ്യക്തമാക്കി. വിഷയത്തിൽ യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്നും നീതി നിഷേധമാണ് ഉണ്ടാകുന്നതെന്നും ഓർത്തഡോക്സ് സഭ ആരോപിച്ചു. ഇതൊരു സത്യത്തിലൊരു അനീതിയല്ലേ? എന്ത് നീതിയാണ് ഇവിടെ നടക്കുന്നത്? ഇത് ആരും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് തന്നെ സങ്കടകരമായ കാര്യമാണ്. പണം ദുർവിനിയോഗം ചെയ്യാത്ത ഒരു നല്ല ഭരണം ഇവിടെ ഉണ്ടാകുക എന്നതാണ് 1934 ഭരണഘടന ഉദ്ദേശിക്കുന്നത്. എന്നാൽ പള്ളിക്കുള്ളിലേക്ക് ഓർത്തഡോക്സ് വിഭാഗക്കാരെ കയറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യാക്കോബായ സഭ. 900 വീട്ടുകാരാണ് ഞങ്ങൾ. അവർ വെറും 50-60 വീട്ടുകാരുള്ളൂ. അവർ 5 പൈസ പോലും മുടക്കാതെ ആണ് ഈ കാട്ടിക്കൊടുക്കുന്നത്. ഇവിടെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ പണിതുണ്ടാക്കിയതാണ്. അവർക്ക് വെള്ളം കറണ്ടെല്ലാം ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. ഒരു പ്രശ്നമില്ലാണ്ട് നടന്നുകൊണ്ടിരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അവർ സൃഷ്ടിക്കുന്നത്. മുൻസിഫ് കോടതി ഉത്തരവിന് വിരുദ്ധമായി പള്ളിയിൽ അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് യാക്കോബായ വിഭാഗത്തിനെതിരെ ഓർത്തഡോക്സ് സഭ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് സ്ഥലത്തൊരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കർഷക ആത്മഹത്യകൾ സംസ്ഥാനത്ത് തുടർക്കഥയാകുമ്പോഴും ആത്മഹത്യ ചെയ്ത കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളാൻ പോലും നടപടികളില്ല. ലക്ഷങ്ങളുടെ ബാധ്യതയാണ് മരിച്ച പലരുടെയും കുടുംബങ്ങളെ കാത്തിരിക്കുന്നത്. പെരിഞ്ചാംകുട്ടി മേഖലയിലെ ആദ്യകാല കർഷകരിലൊരാളായിരുന്ന സഹദേവനെ തകർത്തത് കൃഷി ആവശ്യത്തിനായി മകന്റെ പേരിലെടുത്ത വായ്പയാണ്. ആവർത്തിച്ചുള്ള കൃഷിനാശത്തിൽ തിരിച്ചടവും മുടങ്ങിയിരുന്നു. കൂനിന്മേൽ കുരുവായി പ്രളയവുമെത്തി. 10 ലക്ഷത്തോളം രൂപയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തി. പിന്നീട് അധിക ദിവസം സഹദേവൻ കാത്തുനിന്നില്ല. കുടിശ്ശികയായി എന്നും പറഞ്ഞ നോട്ടീസ് ഇടയ്ക്ക് വന്നായിരുന്നു. അപ്പോൾ പോസ്റ്റ്മാൻ ആ നോട്ടീസ് എൻ്റെ കയ്യിലാണ് തന്നത്. അച്ഛൻ കൊടുത്തേക്കാൻ പറഞ്ഞ് ഞാനത് അച്ഛൻ്റെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അതല്ലാണ്ട് വേറെ വിവരങ്ങളൊന്നും എനിക്കറിയത്തില്ല. കർഷകർ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കൈത്താങ്ങാവേണ്ട സർക്കാർ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ചെമ്പകപ്പാറയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇങ്ങനെ ഒരു ദുർമരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അടിയന്തരമായിട്ടും കാർഷിക കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ട്
സർക്കാരിന്റെ കണ്ണ് തുറക്കാതെയൊന്നും ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കും ഉണ്ടാകുകയില്ല. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെരിഞ്ചാംകുട്ടി സ്വദേശി ശ്രീകുമാർ ശനിയാഴ്ച ആത്മഹത്യ ചെയ്തു. 20 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലായി തിരിച്ചടക്കേണ്ടിയിരുന്നത്. ഇതോടെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ജില്ലയിൽ കടക്കണി മൂലം മരിച്ചവരുടെ എണ്ണം 5 ഉയർന്നു. ഇടുക്കിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. അടുത്ത മാസം 11-നാണ് 10 ദിവസത്തെ ഉത്സവത്തിനായി നട വീണ്ടും തുറക്കുക. ദർശനത്തിനെത്തിയ 3 സ്ത്രീകളെയാണ് കുംഭമാസ പൂജ കാലയളവിൽ തടഞ്ഞ് തിരിച്ചയച്ചത്. പുലർച്ചെ മുതൽ തന്നെ അഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തുടങ്ങി. തന്ത്രി കണ്ഠരര് രാജീവരുടെയും മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാത്രി 10-നാണ് കുംഭമാസ പൂജകൾക്ക് വിരാമമിട്ട് നടയടയ്ക്കുക. യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയിൽ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് കുംഭമാസ പൂജകൾക്കായി നട തുറന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്ര വലിയ തിരക്കൊന്നും സന്നിധാനത്ത് അനുഭവപ്പെട്ടില്ല. 1.5 ലക്ഷം തീർത്ഥാടകർ മാത്രമാണ് ഇക്കുറി ദർശനത്തിന് എത്തിയത്. ഇക്കാലയളവിൽ 3 യുവതികൾ ദർശനത്തിനെത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങി. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടക സംഘത്തിന്റെ ഭാഗമായിരുന്നു ദർശനത്തിന് ശ്രമിച്ച യുവതികൾ. മരക്കൂട്ടത്ത് വെച്ചാണ് പ്രതിഷേധക്കാർ ഇവരെ തടഞ്ഞ് മടക്കി അയച്ചത്. കഴിഞ്ഞ രാത്രിയിലും സംഘപരിവാർ നേതൃത്വത്തിൽ സന്നിധാനത്ത് നാമജപം നടന്നു. ഉത്സവത്തിനായി അടുത്ത മാസം 11-നാണ് ഇനി നട തുറക്കുക. 10 ദിവസമാണ് ഉത്സവം. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, ന്യൂസ് 18 സന്നിധാനം. വനം വകുപ്പിന്റെ എതിർപ്പിനിടെ ശബരിമല മാസ്റ്റർ പ്ലാൻ പരിഷ്കരണവുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം ബോർഡ്. വനം വകുപ്പുമായി ചേർന്ന് നടത്തിയ സർവേയിൽ കണ്ടെത്തിയ 94 ഏക്കർ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. ഉന്നത അധികാര സമിതി യോഗം ചേർന്ന് മാസ്റ്റർ പ്ലാൻ രൂപരേഖ തയ്യാറാക്കി കോടതിയുടെ അനുമതിയോടെയാകും നിർമ്മാണം. ദേവസ്വം ബോർഡും വനംവകുപ്പും നടത്തിയ സംയുക്ത സർവേയിൽ 93 ഏക്കർ 87 സെന്റ് സ്ഥലം ദേവസ്വം ബോർഡിനുണ്ടെന്ന് കണ്ടെത്തി. ഇതുകൂടി ഉൾപ്പെടുത്തിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി യോഗം ചേർന്നാണ് രൂപരേഖ തയ്യാറാക്കുന്നത്. കോടതിയുടെ അനുമതിയും ലഭിച്ച ശേഷം മാത്രമേ മാസ്റ്റർ പ്ലാനിൽ അന്തിമ തീരുമാനമെടുക്കാനാകൂ. കോടതിയാണല്ലോ തീരുമാനിച്ചത്. കോടതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് സർവേ നടന്നത്. അപ്പോൾ ആ ജോയിന്റ് സർവേ 94 ഏക്കറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ലേ ഔട്ട് പ്ലാൻ ശബരിമല മാസ്റ്റർ പ്ലാനിന്. പരിസ്ഥിതിക്ക് ദോഷമാകും വിധം വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാസ്റ്റർ പ്ലാനിൽ ഉണ്ടാകില്ല. അനാവശ്യ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റും. ശബരിമല ക്ഷേത്രത്തിന്റെ അതിന്റെ മേലെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും വരാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. അതാണ്. എന്നാൽ 2007-ലെ മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള 63 ഏക്കർ 24 സെന്റ് ഭൂമിയെ ദേവസ്വം ബോർഡിനുള്ളൂ എന്ന നിലപാടിൽ തന്നെയാണ് വനം വകുപ്പ്. കൂടുതൽ ഭൂമി നൽകുന്നത് കേന്ദ്ര വന നിയമത്തിന് എതിരാകുമെന്നാണ് വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ഉപേക്ഷിക്കുന്ന ഇഷ്ടികകൾ ഉപയോഗിച്ച് ഇത്തവണയും കോർപ്പറേഷൻ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകും. പൊങ്കാല ദിവസം തന്നെ നഗരത്തിൽ നിന്ന് ഇഷ്ടികകൾ ശേഖരിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ ശേഷം അടുപ്പുകൂട്ടാനായി ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ ഭക്തർ ഉപേക്ഷിച്ചു പോകാറാണ് പതിവ്. ഇത് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടായപ്പോഴാണ് ഇവ ശേഖരിച്ചാലോ എന്ന ആശയം വന്നത്. കഴിഞ്ഞ വർഷം ഇഷ്ടികകൾ ശേഖരിച്ച് വിവിധ സംഘടനകളുടെ സഹായത്തോടെ നിർധനരായ 13 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി. ഇത്തവണയും പദ്ധതിയുമായി കോർപ്പറേഷൻ മുന്നോട്ടു പോവുകയാണ്. വോളണ്ടിയർമാരെ നിയോഗിച്ച് ഇഷ്ടികകൾ ശേഖരിക്കും. അമ്മ വീട് എന്ന പേരിലാകും വീടുകൾ നിർമ്മിച്ച് നൽകുക. ഇത്തവണ പ്രത്യേകമായി 250 തൊഴിലാളികളെ ചുടുകട്ട ഇഷ്ടികകൾ ശേഖരിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NSS വോളണ്ടിയർമാർ, നഗരസഭയുടെ ഗ്രീൻ ആർമി വോളണ്ടിയർമാർ, അവർ കിഴക്കേക്കോട്ട മുതൽ കവടിയാർ വരെയുള്ള സ്ട്രെച്ചിലായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുക. കിഴക്കേക്കോട്ട മുതൽ കവടിയാർ വരെയുള്ള പ്രധാന വീഥി, വഞ്ചിയൂർ കോടതി വളപ്പ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇഷ്ടിക ശേഖരിക്കാൻ വോളണ്ടിയർമാരെ നിയോഗിക്കും. വോളണ്ടിയർമാർക്ക് ശേഖരിക്കാൻ കഴിയാതിരുന്ന ഇഷ്ടികകൾ പൊങ്കാലയുടെ പിറ്റേ ദിവസം കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശേഖരിക്കും. സ്പോൺസർമാരുടെ സഹായത്തോടെയാകും വീടുകളുടെ നിർമ്മാണം. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മകൻ ഡോക്ടർ രോഹിത്തിന്റെ വിവാഹം അങ്കമാലിയിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നടൻ മമ്മൂട്ടി, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മന്ത്രിമാർ, വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എറണാകുളം സ്വദേശി ഡോക്ടർ ശ്രീജയാണ് വധു. ദൂരദർശൻ മുൻ ഡയറക്ടർ എഴുത്തുകാരനുമായ CP രാജശേഖരൻ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നാടകരചനയ്ക്ക് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ദൂരദർശൻ ദേശീയ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്.